നമസ്കാരം. ഇറാനെതിരായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും അമേരിക്ക വേണ്ടെന്ന് വെച്ചത്രേ, റദ്ദാക്കിയത്രേ. ട്രംപാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് അമേരിക്ക ഒറ്റക്കെടുത്ത തീരുമാനമല്ല, ഇസ്രായേലും കൂടെയുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. സഖ്യകക്ഷികൾ മാത്രമല്ല, ഇറാനും ട്രംപിനോട് അഭ്യർത്ഥിച്ചത്രേ. അതായത് ഒന്ന് നിർത്തിത്തരണം, ഞങ്ങളെ അടിക്കുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിക്കണം എന്ന് ഇറാൻ പറഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഒരു അവകാശവാദത്തെ ഇറാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആരോടും അഭ്യർത്ഥിച്ചിട്ടില്ല, നിങ്ങൾക്ക് കഴിയും വിധം നിങ്ങൾ അടിക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ ശേഷി കാണിച്ചു തരാം എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ആ നിലക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും ഞങ്ങൾ പരിപാടികളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. ട്രംപ് വേണ്ടെന്ന് വെച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയുകയുമില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 6 മാസമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെയും കൂടെ കൂട്ടി ഇറാനെതിരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി. ഈ സമയങ്ങളിലൊക്കെ ഇറാൻ പിടിച്ചു നിന്നു, തിരിച്ചടിക്കുകയും ചെയ്തു. ഇടയ്ക്കൊരു വെടിനിർത്തൽ കരാറുണ്ടായി. ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം കുറച്ചു നാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇവിടെ ഹോർമൂസിലെ വിഷയത്തെ ചൊല്ലി ഇറാൻ അങ്ങോട്ട് കയറി അടിച്ചു. തിരിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായി. ഏറ്റവും അവസാനം ഇറാനിലെ ഒരു ദ്വീപിലേക്ക് 2 വയസ്സുള്ള ഒരു കുട്ടിയെ പോലും ആക്രമിച്ച് അമേരിക്ക കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ദ്വീപിലേക്ക് ആക്രമണം നടത്തി. ഇതിന് തിരിച്ചടി എന്നോണം ജോർദാനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ F-35 യുദ്ധവിമാനം 3 എണ്ണം, അതുപോലെ തന്നെ 3 വിമാനം ശക്തമായി തന്നെ അതിന് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇറാന്റെ ആക്രമണത്തിൽ. അതുപോലെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കെട്ടിടവും ആക്രമിച്ചു തകർത്തു. ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇറാൻ ഇപ്പോഴും അവരും അവരുടെ സഖ്യകക്ഷികളും ഒക്കെ ചേർന്ന് അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാഖിലും അതുപോലെ തന്നെ കുവൈത്തിലുമൊക്കെ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ട്രംപ് പറയുന്നത്, ഞങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ഒരുമിച്ചിരുന്നൊരു തീരുമാനമെടുത്തു, സഖ്യകക്ഷികളുടെ ഉപദേശം ഞങ്ങൾ സ്വീകരിച്ചു. എന്തൊരു നല്ല കുട്ടികളാണെന്ന് നോക്കിയേ. ഇത്ര കാലവും ഇവർക്ക് ഇത്തരത്തിലൊരു ചിന്തയുണ്ടായിരുന്നില്ല. അമേരിക്ക ഗുണ്ടാപ്പടയെ കൂടെ കൂട്ടി. ആരാണ് ഗുണ്ടാപ്പട എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നുണ്ടാവും. മറ്റാരുമല്ല, നെതന്യാഹുവിന്റെ ഗ്രൂപ്പാണ്. അവരാണ് ഈ ഗുണ്ടാപ്പട. ഇവരെ കൂടെ കൂട്ടി എല്ലാവരുടെയും മെക്കിട്ട് കയറുന്ന ഒരു രീതിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ മെക്കിട്ട് കയറാൻ പോകണ്ട എന്നിവർ സ്വയം ഒരു തീരുമാനം എടുത്തു. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ഉപദേശം അത് സ്വീകരിക്കാനും ഇവർ തയ്യാറായി എന്നുള്ളതാണ്. കിട്ടേണ്ട സ്ഥാനങ്ങളിൽ കിട്ടിയപ്പോൾ ചിലരൊക്കെ നന്നാവാൻ തീരുമാനിച്ചു എങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, ട്രംപ് ഏത് നിമിഷവും മലക്കം മറിയും, മറ്റൊരു തീരുമാനത്തിലേക്ക് പോകും. ശേഷിയില്ലെങ്കിലും ട്രംപിന്റെ അഹങ്കാരം ട്രംപിനെ കൊണ്ട് പലതും ചെയ്യിക്കും. അതുപോലെ തന്നെ ലോകം മുഴുവൻ നശിച്ചാലും കുഴപ്പമില്ല, യുദ്ധം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ചങ്ങാതി കൂടെയുണ്ട്. ഈ ചങ്ങാതി കൂടെയുള്ളിടത്തോളം കാലം ട്രംപ് ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. ഇതിലപ്പുറവും വാക്കുകളൊക്കെ മാറ്റും, മലക്കം മറിയും. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും സധൈര്യം ആരുടെയും മെക്കിട്ട് കയറാം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് അമേരിക്ക പുറകോട്ട് പോയി എന്നുള്ളതാണ്. അമേരിക്കയെ കുറച്ചെങ്കിലും നേർവഴിക്ക് ചിന്തിക്കാൻ ഇറാൻ കാരണമായി എന്നുള്ളതാണ്. വെനിസ്വലൻ പ്രസിഡന്റിനെ ഒരു രാത്രി പോയി പൊക്കിയെടുത്തതുപോലെ ആയത്തുള്ള അലി ഖംനായിയെ അങ്ങോട്ട് പൊക്കി കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇല്ലാതാക്കാം. ഇല്ലാതാക്കുന്ന കാര്യത്തിൽ അമേരിക്ക വിജയിച്ചു. പക്ഷേ വെനസ്വല പോലെ അങ്ങ് കീഴടങ്ങുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്ന് ഇറാനിലെ ശേഷിക്കുന്ന ആളുകൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. IRGC എന്താണ് എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തി കൊടുത്തു. ആയത്തുള്ള അലി ഖംനായി അവരെ പഠിപ്പിച്ച രാജ്യസ്നേഹം എന്താണ് എന്ന കാര്യം അവർ ട്രംപിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്തായാലും കിട്ടേണ്ടതുപോലെ കിട്ടി എന്നുള്ളതാണ്. ഇനി തൽക്കാലം ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ, അതായത് പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്നില്ല, ആനുപാതികമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ട്രംപ് ട്രൂത്ത് സോഷ്യലിലാണ് ഇത്തരത്തിലൊരു കാര്യം കൂടെ അവകാശപ്പെട്ടിരിക്കുന്നത്. അതായത് ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ചു കൊടുക്കും, അല്ലാതെ അങ്ങോട്ട് പോയി ചൊറിയില്ല എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ആനുപാതികമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന്. എന്തായാലും നിങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറായിരുന്നോളൂ, ഞങ്ങൾ അടി നിർത്തിയിട്ടില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, കുവൈത്തിൽ നിന്ന് അമേരിക്കയെ കെട്ടിക്കുന്ന രീതിയിലേക്കുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ കുവൈത്തിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെ അമേരിക്ക കെട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അമേരിക്കയുടെ സംരക്ഷണം ഇനി വേണ്ട എന്ന് ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
അതായത് അമേരിക്കയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അമേരിക്കയുടെ സംരക്ഷണത്തിൽ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ജീവിച്ചു പോകണമെങ്കിൽ മറ്റു ചില വഴികളിലൂടെ പോകേണ്ടി വരും, മറ്റാരെയെങ്കിലും ആശ്രയിക്കേണ്ടി വരും എന്നൊരവസ്ഥയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ഈ ഒരു ചിന്ത, അത്തരത്തിൽ അവർ ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അവർ ചിന്തിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ചൈനയും റഷ്യയും അവിടെ കൃത്യസമയത്ത് കയറി ഇടപെട്ടു. ചൈന ഇട്ട ആ കൊളുത്തിൽ അവർ കൃത്യമായി കൊത്തി എന്നുള്ളതാണ്. അതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കുവൈത്ത് ഇപ്പോൾ പാകിസ്ഥാനുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ സഹകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പാകിസ്ഥാനുമായി ഇത്തരത്തിലൊരു ചർച്ച നടത്തണമെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെ ഒരു ബുദ്ധി തെളിയാനൊന്നുമുള്ള സാധ്യതയില്ല. അതിനൊന്നുമുള്ള ആളുകൾ അവരായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ബായിയാണ്. പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് ചൈനയാണ്. പാകിസ്ഥാനെ ഇക്കാര്യത്തിന് നിയോഗിച്ചത് ചൈനയാണ്. സൗദി അറേബ്യ നേരത്തെ തന്നെ പാകിസ്ഥാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. മാത്രമല്ല അമേരിക്ക ഹോർമൂസിൽ നാവിക ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ആ ഉപരോധത്തെ പുച്ഛിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്ന, അമേരിക്കക്കൊപ്പം നിൽക്കുന്ന പാകിസ്ഥാൻ ഇറാന് വഴിയൊരുക്കി കൊടുത്തു. പാകിസ്ഥാന്റെ തീരപ്രദേശങ്ങളിലൂടെ ഇറാനിലേക്കുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അവർ ചെയ്തു കൊടുത്തു. പാകിസ്ഥാനിലെ നിരത്തുകൾ, ഇറാനിലേക്കുള്ള ചരക്കു നീക്കങ്ങൾ നടന്നു പാകിസ്ഥാനിലെ നിരത്തുകളിൽ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും എന്തിനു വേണ്ടിയാണോ ഈ യുദ്ധമുണ്ടായത്? ആണവ പ്രശ്നമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹോർമൂസാണ് പിന്നീട് നമുക്ക് മുന്നിൽ തെളിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹോർമൂസ് നിയന്ത്രിക്കാൻ അമേരിക്കക്ക് കഴിയണം. അതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. പല ഘട്ടത്തിലും അമേരിക്ക അവിടെ പണപ്പിരിവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. പിന്നീട് പല ലോക രാജ്യങ്ങളും അമേരിക്കയുടെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ ട്രംപ് തൽക്കാലം ഒന്ന് മലക്കം മറിഞ്ഞു. അന്തിമമായി ഹോർമൂസിലെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിൽ എത്തുകയാണെങ്കിൽ ട്രംപ് ആ പണി ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. അതിനുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. എന്തായാലും ഹോർമൂസ് നിയന്ത്രിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഹോർമൂസിൽ ഇപ്പോഴും ഇറാന്റെ ഒരു നിയന്ത്രണമുണ്ട്. ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമൂസ് ഉള്ളത്. അമേരിക്കക്ക് ആ ലക്ഷ്യം നേടാനായില്ല. മറ്റു ചില കാര്യങ്ങളാണ് അമേരിക്ക പറഞ്ഞതെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യം ഹോർമൂസ് തന്നെയായിരുന്നു. എന്തായാലും ഹോർമൂസ് ഇപ്പോഴും ഇറാൻ നിയന്ത്രിക്കുന്നു. ഒരു ലക്ഷ്യവും നേടാനാവാതെ അമേരിക്ക തൽക്കാലം വെടിനിർത്തുന്നു, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആനുപാതികമായ തിരിച്ചടി എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് ട്രംപ് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.